ഇരട്ടക്കൊലക്കേസ് നടത്തിപ്പിനായി പണപ്പിരിവ് നടത്തിയതിൽ ന്യായീകരണവുമായി CPIM. നേതാക്കളെ സംരക്ഷിക്കുമെന്ന് പാർട്ടി തീരുമാനിച്ച കാര്യമാണ്. അതിനായി ഫണ്ട് കണ്ടെത്തും. സ്പെഷ്യൽ ഫണ്ട് പിരിച്ചത് ജില്ലാ സമ്മേളനത്തിന് വേണ്ടിയാണ് എന്നും CPM കാസർഗോഡ് സെക്രട്ടറി MV ബാലകൃഷ്ണൻ പറഞ്ഞു. സമ്മേളന ഫണ്ട് അതുപോലുള്ള കാര്യങ്ങൾക്ക് പാർട്ടി ഫണ്ട് പിരിക്കും. പെരിയ കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ടും പിരിക്കുന്നില്ല. പാർട്ടി സമ്മേളനം അതിൻ്റെ സാമ്പത്തിക ബാധ്യതയൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടി പാർട്ടി മെമ്പർമാരിൽ നിന്ന് സ്പെഷ്യൽ ഫണ്ട് ഞങ്ങൾ പിരിക്കുന്നുണ്ട്. ഇതിലൊരു കാര്യം, ഈ പെരിയ കേസുമായി ബന്ധപ്പെട്ടിട്ട് പാർട്ടിക്ക് രണ്ട് അഭിപ്രായമില്ല. 2019 എന്താണോ പാർട്ടി പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾക്കിതിൽ പങ്കില്ല. CPMന് കൊലപാതകത്തിലോ ഗൂഢാലോചനയിലോ ഒന്നും പങ്കില്ല എന്ന് ഞങ്ങൾ പറയുക മാത്രമല്ല, പാർട്ടി കണ്ടെത്തും ഏത് രീതിയിലാണ് ഇതിന് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുക. അല്ലാണ്ട് പാർട്ടിക്ക് വ്യക്തികൾക്ക് ഇപ്പോൾ കഴിയില്ലല്ലോ പാർട്ടിയിൽ. അപ്പോൾ പാർട്ടിയാണ് ഇത് ഏറ്റെടുക്കുന്നത്. കേസ് ഏത് ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ കൊടുത്തിട്ടുള്ളത് പാർട്ടിയാണ്. പാർട്ടിക്ക് അതിൽ ബാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതറ്റവും നിയമപരമായി പോകാനുള്ള ബാധ്യത പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി. അർച്ചന, ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണമാണ് കണ്ടത്. സമ്മേളനത്തിലുള്ള പിരിവുമുണ്ട്, അതോടൊപ്പം തന്നെ പെരിയ കേസിനുള്ള പ്രത്യേക ഫണ്ട് പിരിവും. ഇത് ഓരോരുത്തരും 500 രൂപയും ജോലിയുള്ളവരിൽ നിന്ന് ഒരു ദിവസത്തെ വേതനവും എന്ന നിലയ്ക്ക് തന്നെയാണ് എന്ന കാര്യവും ഇദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ടോ? സ്മൃതി, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രകാരം സ്പെഷ്യൽ ഫണ്ട് പിരിച്ചത് ജില്ലാ സമ്മേളനത്തിന് വേണ്ടി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തെന്നാൽ പക്ഷേ പെരിയ കേസിലെ പ്രതികളെ പാർട്ടി സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തീർച്ചപ്പെടുത്തി തന്നെ പറയുന്നു. പക്ഷെങ്കിൽ ഇതിനുള്ള ഫണ്ട്, ഈ ഒരു ഫണ്ട് ഇപ്പോൾ സ്പെഷ്യൽ ഫണ്ടായി പിരിച്ച ഫണ്ട് ജില്ലാ സമ്മേളനത്തിന് വേണ്ടിയുള്ളതാണെന്നാണ് ഇപ്പൊ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രതികൾക്ക് വേണ്ടിയുള്ള ഫണ്ട് പാർട്ടി കണ്ടെത്തും എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇപ്പൊ പിരിച്ച ജില്ലാ സമ്മേളനത്തിന് വേണ്ടിയുള്ള ഫണ്ടാണ്. പക്ഷേ ഈ ഒരു പെരിയ കേസിലെ പ്രതികളെ പാർട്ടി സംരക്ഷിക്കേണ്ടതുണ്ട്. 2019 പാർട്ടിയുടെ നയം പറഞ്ഞതാണ്. CPMന് ഇതിന്റെ പങ്കില്ല എന്നുള്ള കാര്യം ഉൾപ്പെടെ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കറിയാം, കേസിന്റെ ആദ്യഘട്ടത്തിലെ CPMന്റെ ജില്ലാ നേതാക്കളും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളെല്ലാം ഈ ഒരു കേസിനെ വലിയ രീതിയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. അതായത് CPMന് ഇത്തരത്തിലെ ഒരു പാർട്ടി ഈ ഒരു കൊലപാതകത്തിൽ പങ്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ന് രാവിലെയോടെ വന്ന സ്ഥിരീകരണം പ്രകാരം ഇത്തരത്തിൽ 500 രൂപ ഒരാളിൽ നിന്ന് എടുക്കുന്നു എന്നുള്ള കാര്യം രായവയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഇപ്പോൾ അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു ഫണ്ട് പിരിച്ചത് ജില്ലാ സമ്മേളനത്തിന് വേണ്ടിയുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പാർട്ടി പിരിവിനെ കുറിച്ച് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണമാണ് വന്നത്.